ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പാസ്ത കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. പാസ്ത കുക്ക് ചെയ്യുന്നത് എണ്ണയും ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. അത് നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബട്ടറും ഓയിലും പിന്നെ ഗാർലിക്കും ഇട്ട് ആദ്യം ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഉപ്പ്, പെപ്പർ പിന്നെ മിക്സഡ് ഹെർബ്സ്, ഇതാണ് കേട്ടോ ഇതിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആ ഒരു ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട വൈറ്റ് സോസ്, ബട്ടറും മൈദയും ഈക്വൽ എമൗണ്ടിൽ എടുത്ത് ഇതേപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സോസ് വേണ്ടത്, കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എമൗണ്ടിൽ നമുക്ക് എടുക്കാം. പിന്നെ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും കുറച്ച് ചില്ലി ഫ്ലേക്സും ആ ഒരു മിക്സഡ് ഹെർബ്സും പെപ്പറും കൂടി ആ ഒരു സോസിലേക്കും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഈ ഒരു ചിക്കനും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് അതും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ആ ഒരു പാസ്തയും കൂടി ഇതിലേക്കിട്ട് നല്ലോണം എല്ലായിടത്തും ആ സോസ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയും സിമ്പിളാണ് ഈ ഒരു പാസ്ത ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പെപ്പറും ആ ഒരു മിക്സഡ് ഹെർബ്സും ഈ പാസ്ത ആഡ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ.